ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനവും ജീവനക്കാരുടെ പ്രവർത്തനവും വിലയിരുത്താൻ പരാതിപ്പെട്ടി സ്ഥാപിക്കാനൊരുങ്ങി വകുപ്പ്. ജൂൺ 1 മുതൽ ഈ പരാതികൾ വിജിലൻസ് നേരിട്ട് പരിശോധിക്കും. അഴിമതിയെ തുടച്ചു നീക്കാനുള്ള ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാണാം പ്രധാന വാർത്തകൾ. ജീവനക്കാരുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് അദാലത്തുകൾ നടത്താനുള്ള സാഹചര്യമുണ്ടാക്കുന്നതെന്ന് മന്ത്രി കെ.ടി. ജലീൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇനി പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും. മന്ത്രി മണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിൽ കോലത്തിന് ചൂലുകൊണ്ടടിച്ച് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പരം ഓൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് കോമ്പറ്റീഷനും ഫെസ്റ്റിവലും കോഴിക്കോട്ട് തുടക്കം. നൃത്തവിസ്മയമൊരുക്കി 125ഓളം നർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. ബന്ധപ്പെട്ട ഓഫീസുകളുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് അദാലത്തുകൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതെന്ന് മന്ത്രി കെ.ടി. ജലീൽ. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് നടത്തിയ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പരാതിപ്പെട്ടികൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് മന്ത്രി കെ.ടി. ജലീലിന്റെ നേതൃത്വത്തിൽ അദാലത്ത് നടന്നു. കെട്ടിട നിർമ്മാണ അനുമതി, പുതുക്കൽ, നമ്പറിടൽ തുടങ്ങിയ 400ഓളം അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ബന്ധപ്പെട്ട ഓഫീസുകളുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് അദാലത്തുകൾ നടത്താനുള്ള സാഹചര്യമുണ്ടാക്കുന്നതെന്ന് മന്ത്രി കെ.ടി. ജലീൽ പറഞ്ഞു. കൂടാതെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പരാതിപ്പെട്ടി സ്ഥാപിക്കും. ഓഫീസിന്റെയും ജീവനക്കാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയാണ് പരാതിപ്പെട്ടി സ്ഥാപിക്കുന്നത്. ജൂൺ 1 മുതൽ പരാതികൾ വിജിലൻസ് നേരിട്ട് പരിശോധിക്കും. എങ്ങനെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടണമെന്നാണ് ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ സാഹചര്യത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപന ഓഫീസുകളിലും ഓരോ പരാതിപ്പെട്ടി സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പരാതിപ്പെട്ടിയുടെ കസ്റ്റോഡിയൻ പെർഫോമൻസ് ഓഡിറ്റ് നടത്തുന്ന വിങ്ങായിരിക്കും. പരാതിപ്പെട്ടിയുടെ താക്കോൽ അവരുടെ കയ്യിലാണ്. ജീവനക്കാരുടെ സേവനത്തെക്കുറിച്ച്, ഓഫീസിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആ പരാതിപ്പെട്ടിയിൽ എഴുതി നിക്ഷേപിക്കാൻ ജീവനക്കാരുടെ പെർഫോമൻസും ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നത്. കെട്ടിട നിർമ്മാണ നടപടികൾ ഓൺലൈൻ വഴിയാക്കുന്ന പ്രവൃത്തികൾ നടന്നുവരികയാണ്. ഇത് നടപ്പായാൽ അപേക്ഷകളിൽ തീർപ്പ് വൈകില്ലെന്നും അദാലത്തിൽ മന്ത്രി പറഞ്ഞു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. പെമ്പിളൈ ഒരുമേ സമരത്തിൽ പങ്കെടുത്ത തോട്ടം തൊഴിലാളികളെ അവഹേളിച്ച മന്ത്രി എം മണിക്കെതിരെ രൂക്ഷമായ പ്രതിഷേധം. കിഡ്സൺ കോർണറിൽ മണിയുടെ കോലത്തിൽ ചെരുപ്പുമാലയിട്ടും ചൂലുകൊണ്ട് മുഖത്തടിച്ചും ഭാരതീയ മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. മന്ത്രി മണിക്കെതിരെ മഹിളാ മോർച്ച പ്രവർത്തകരാണ് കിഡ്സൺ കോർണറിൽ സംഘടിച്ചത്. മണിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ ഭരണകാലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവില്ലെന്ന കാര്യം ഉറപ്പാണ്. മാനസിക നില തെറ്റിയ മന്ത്രിമാരാണ് ഇവിടെയുള്ളത്. മന്ത്രിമാരാണ് ഊളംപാറയിലേക്ക് പോകേണ്ടത്. രൂക്ഷമായ ഭാഷയിലായിരുന്നു മണിക്കെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയ സദാനന്ദൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ സർക്കാർ സ്ത്രീകളെ ഉൾപ്പെടെ ഒന്നാകെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും തോട്ടം തൊഴിലാളികളെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചത് തികച്ചും ആസൂത്രിതമാണെന്നും ജയ സദാനന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ന് ജനങ്ങളെ എല്ലാം ഒന്നൊന്നായി ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും.
സ്ത്രീവിരുദ്ധൻ, കാട്ടാളൻ, കേരളത്തിന് അപമാനമായ മണി രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യം വിളിച്ച് മണിയുടെ കോലത്തിൽ വനിതാ പ്രവർത്തകർ ചൂലുകൊണ്ടടിച്ചു. ലോകത്തിലെ സ്ത്രീകളെ മുഴുവനും അപമാനിച്ച മണിയെ പുറത്താക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് രമ്യ മുരളി അധ്യക്ഷയായി. മണ്ഡലം ഭാരവാഹികളായ ശോഭ സുരേന്ദ്രൻ, ദീപ ടി മണി, ലീലാബായി, ശുഭ രാജേഷ്, സബിത എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. പരം ഓൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് കോമ്പറ്റീഷൻ ആൻഡ് ഫെസ്റ്റിവലിന് കണ്ടംകുളം ജൂബിലി ഹാളിൽ തുടക്കമായി. 125ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മത്സരങ്ങൾ 26-ന് സമാപിക്കും. ഓൾ ഇന്ത്യൻ ഡാൻസേഴ്സ് അസോസിയേഷൻ, നൃത്യതി കലാക്ഷേത്രം, ഓം സ്കൂൾ ഓഫ് ഡാൻസ് എന്നിവ സംയുക്തമായി നടത്തുന്ന പരം ഓൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് കോമ്പറ്റീഷൻ ആൻഡ് ഫെസ്റ്റിവലിന് കണ്ടംകുളം ജൂബിലി ഹാളിൽ തുടക്കമായി. കലാമണ്ഡലം വിമലാദേവി ഭദ്രദീപം കൊളുത്തി പരം 2017 ആദ്യ എഡിഷൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മോഹിനിയാട്ടം, കേരള നടനം എന്നീ ഇനങ്ങളുടെ മത്സരങ്ങൾ നടന്നു. വൈകിട്ട് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി ഡോക്ടർ രേഖ രാജുവിന്റെ മോഹിനിയാട്ട കച്ചേരിയും കൂടാതെ യുവനർത്തകി മഞ്ജു അജീഷിന്റെ ഭരതനാട്യ കച്ചേരിയും അരങ്ങേറി. 125ഓളം ഇന്ത്യക്കകത്തു നിന്നുള്ള നർത്തകരാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ളത്. മറ്റു മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അർഹതയുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുക്കണമെന്നുള്ള വിഷയം മുൻനിർത്തി നൃത്താവതരണം കൂടാതെ അതിന്റെ തിയറി, ചരിത്രം എന്നിവയിൽ കൂടിയുള്ള അവഗാഹത്തിന് അനുബന്ധിച്ചായിരിക്കും വിധി നിർണ്ണയിക്കുക. വിജയികൾക്ക് ഓൾ ഇന്ത്യൻ ഡാൻസേഴ്സ് അസോസിയേഷന്റെ നാഷണൽ ടൈറ്റിലായ ഭരതനാട്യത്തിന് രുക്മിണി ദേവി സ്മൃതി സമ്മാൻ, മോഹിനിയാട്ടത്തിന് വള്ളത്തോൾ നാരായണമേനോൻ സ്മൃതി സമ്മാൻ, കുച്ചിപ്പുടിക്ക് സിദ്ധേന്ദ്രയോഗി സ്മൃതി സമ്മാൻ, കേരള നടനത്തിന് ഗുരു ഗോപിനാഥ് സ്മൃതി സമ്മാൻ എന്നിവ യഥാക്രമം നൃത്ത ഇനങ്ങൾക്ക് 5000 രൂപ ക്യാഷ് പ്രൈസോടുകൂടി നൽകുന്നതാണ്. ഇതിൽ ഏറ്റവും ഭംഗിയായി പ്രകടനം കാഴ്ചവെക്കുന്ന കലാപ്രതിഭയ്ക്ക് 25,000 രൂപയും ശാസ്ത്രീയ നൃത്തകലാ സമ്മാൻ എന്ന പുരസ്കാരവും നൽകുന്നതാണ്. ഏപ്രിൽ 26-ന് നടക്കുന്ന സമാപന സമ്മേളനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ശബ്ദ മലിനീകരണത്തിനെതിരെ ബോധവൽക്കരണവുമായി നോ ഹോം ഡേ ഏപ്രിൽ 26-ന് ആചരിക്കും. സൈക്കിൾ റാലിയും പൊതുയോഗവും ഇതിന്റെ ഭാഗമായി നടക്കും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ശബ്ദമലിനീകരണത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനും നോയ്സ് ഫ്രീ കോഴിക്കോട് എന്ന ആശയം പ്രാവർത്തികമാക്കാനും വേണ്ടിയാണ് നോ ഹോം ഡേ ആചരിക്കുന്നതെന്ന് നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ സേഫ് സൗണ്ട് നിസ് ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 26-ന് രാവിലെ കോഴിക്കോട് LIC കോർണറിൽ സൈക്കിൾ റാലി സംഘടിപ്പിക്കും. റാലി ബീച്ചിൽ സമാപിക്കും. ട്രാഫിക് ACP AK ബാബു ഫ്ളാഗ് ഓഫ് ചെയ്യും. വൈകിട്ട് നടക്കുന്ന പൊതുയോഗം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. IMA-യും ENT അസോസിയേഷനും കേരള പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചാണ് നോ ഹോൺ ഡേ ആചരിക്കുന്നത്. ഹോൺ ഉപയോഗിക്കാതെയുള്ള ഡ്രൈവിംഗ് സ്വായത്തമാക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഐസുരുതി ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾക്ക് ആരോഗ്യ വിഭാഗത്തിന്റെ വിലക്ക് തുടരും. ബീച്ചിൽ ഉന്തുവണ്ടി കേന്ദ്രീകരിച്ച് ഉപയോഗയോഗ്യമല്ലാത്ത ഐസ് ഉപയോഗിച്ച് വിവിധ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കോഴിക്കോടിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഭക്ഷണകാര്യത്തിൽ ഒട്ടും പിന്നിലല്ല, ഒപ്പം സൽക്കാരത്തിലും. തനതായ പാരമ്പര്യം കൈവെടിഞ്ഞ് ഇന്ന് മറ്റൊരു ലോകത്തിലേക്ക് കോഴിക്കോട് മാറിയിരിക്കുന്നു. ബീച്ചിലെത്തിച്ചേരുന്നവർക്ക് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷ്യയോഗ്യമല്ല എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. നഗരത്തിൽ ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബീച്ചിലെ ഉന്തുവണ്ടി കടകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഭക്ഷ്യയോഗ്യമല്ലാത്ത 150 കിലോ ബ്ലോക്ക് ഐസുകൾ, 5 കിലോ ജെല്ലി സ്വീറ്റ്സ്, 5 കിലോ പഴകിയ പഴവർഗ്ഗങ്ങൾ, 3 ലിറ്റർ പഴകിയ എണ്ണ, അതിലുപരി ഉപ്പിലിട്ടതിൽ ഫംഗസ് വരാതിരിക്കാനായി ഉപയോഗിക്കുന്ന മാരകമായ ഹൈഡ്രോക്ലോറിക് ആസിഡും പിടിച്ചെടുത്തു. നഗരത്തിലെ എല്ലാ ഭക്ഷണ കേന്ദ്രങ്ങളിലും ഹോട്ടലുകളും ഉൾപ്പെടെ ശക്തമായ പരിശോധന തുടർന്നു നടത്തുമെന്നാണ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ് പറയുന്നത്. ഈ നഗരത്തിലെ ഭക്ഷ്യ വിൽപ്പന കേന്ദ്രങ്ങൾ ഇനിയും കൂടുതൽ ശക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. ഞങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയാവില്ല, ഫുഡ് സേഫ്റ്റി ഉൾപ്പെടെ. ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഉപ്പിലിട്ടതിലെല്ലാം ഉപയോഗിക്കുന്നത് പൂപ്പൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കെമിക്കലുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാരകമായ വിഷാംശമാണ് അതിനകത്തൊക്കെ ഉള്ളത്. അത് ഫുഡ് സേഫ്റ്റിക്കാണ് കൃത്യമായി പരിശോധിച്ച് കണ്ടെത്താനാവുക. അവർ കൂടി പരിശോധനാ മേഖലയിലേക്ക് മാറ്റണം. നഗരത്തെ സംബന്ധിച്ച് ഇതൊരു ഞെട്ടിക്കുന്ന പരിശോധന കൂടിയായിരുന്നു.
ബീച്ചിലെ ഉന്തുവണ്ടിക്കടക്കാർ ഉപയോഗിക്കുന്ന ഐസ് ബ്ലോക്കുകൾ ഒന്നും ഭക്ഷ്യയോഗ്യമായിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വസ്തുത ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. Oh my god, 1/2 കിലോ കൂടി. ഹെവി വെയിറ്റോ? എനിക്കോ? ഉഫ്, എത്ര കാലായി ലൈറ്റ് ഫുഡല്ലേ ഞാൻ കഴിക്കാം. ഓ വാവ്, താങ്ക് ഗോഡ് നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ, നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. വാർത്തകൾ തുടരുന്നു. പുസ്തക പ്രകാശനവും സാംസ്കാരിക സംവാദങ്ങളും കലാപരിപാടികളുമായി കോഴിക്കോട് സരോവരത്ത് നടന്നുവന്ന മലബാർ കാർണിവലിന് സമാപനമായി. സമാപന സമ്മേളനം നടൻ വിനായകൻ ഉദ്ഘാടനം ചെയ്തു. 15 ദിവസമായി തുടരുന്ന ഒലിവ് ബുക്സ് മലബാർ കാർണിവൽ സമാപിച്ചു. സമാപന സമ്മേളനം നടൻ വിനായകൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MK മുനീർ MLA അധ്യക്ഷം വഹിച്ചു. നടി പത്മപ്രിയ, സംവിധായകൻ VM വിനു, വർഷ വിനു, രുദ്രാഷ്, കാനേഷ് പുനൂർ, അർഷാദ് ബത്തേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാബേരി സ്കൂൾ ഓഫ് മ്യൂസിക്സിന്റെ ഗാനമേളയും അരങ്ങേറി. 10ലേറെ പുസ്തക പ്രകാശനങ്ങൾ, ചർച്ചകൾ, ഗസൽ, ഗാനമേള, മലബാറിശൽ, മലബാർ മഹഫിൽ, നാടൻപാട്ട്, ഏകാംഗ നാടകം, കളരിപ്പയറ്റ്, കോൽക്കളി, കവിയരങ്ങ്, സൂഫി ഖവാലി തുടങ്ങിയവ ഓരോ ദിവസവും അരങ്ങേറി. സാറ ജോസഫ്, ഡോക്ടർ MGS നാരായണൻ, KP രാമനുണ്ണി, കൽപ്പറ്റ നാരായണൻ, ശശികുമാർ, P സുരേന്ദ്രൻ, PK പാറക്കടവ്, ജയരാജ് വാര്യർ, ഭാഷാ സിംഗ്, നടൻ ശ്രീനിവാസൻ എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. 2016 റാഫ് റോഡ് സേഫ്റ്റി എക്സലൻസി അവാർഡ് ഗോകുലം ഗോപാലന് നൽകുമെന്ന് റാഫ് ഭാരവാഹികൾ പറഞ്ഞു. ഇതോടൊപ്പം മികച്ച പത്രദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. അവാർഡുകൾ മെയ് 6 ശനിയാഴ്ച മലപ്പുറത്ത് വിതരണം ചെയ്യും. സംസ്ഥാന തലത്തിലുള്ള 2016 റാഫ് റോഡ് സേഫ്റ്റി എക്സലൻസി അവാർഡുകൾ പ്രഖ്യാപിച്ചു. സംസ്ഥാന തലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡിന് വ്യവസായ പ്രമുഖനും ചലച്ചിത്ര നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ തിരഞ്ഞെടുത്തു. 25,001 രൂപയും ഫലകവുമാണ് അവാർഡ്. ഇതോടൊപ്പം മികച്ച പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർക്കുള്ള 10 അവാർഡുകളും പ്രഖ്യാപിച്ചു. കോഴിക്കോട് മംഗളം ദിനപത്രത്തിലെ VK രാജേഷ് മേനോൻ, കോഴിക്കോട് മെട്രോ വാർത്തയിലെ സീനിയർ റിപ്പോർട്ടർ KP സജീവൻ, കോഴിക്കോട് മീഡിയ 1 ചാനൽ ചീഫ് ബ്രോഡ്കാസ്റ്റിംഗ് ജേർണലിസ്റ്റ് ഷിദ ജഗത് എന്നിവർ അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. മെയ് 6 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്ന സംസ്ഥാനതല ഡ്രൈവേഴ്സ് മീറ്റിൽ വെച്ച് കേരള നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാരായ ഡോക്ടർ KT ജലീൽ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് അവാർഡുകൾ വിതരണം ചെയ്യും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും സംബന്ധിക്കുന്ന പരിപാടിയിൽ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും റാഫ് സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദു, ജനറൽ സെക്രട്ടറി കവറുടി മുഹമ്മദ് മാസ്റ്റർ എന്നിവർ പറഞ്ഞു. തിരുത്തിയാട് ദേവി സഹായം വായനശാലയുടെ 1ാം നിലയുടെ ഉദ്ഘാടനവും 2ാം വാർഷികവും
ഉദ്ഘാടനവും MK രാഘവൻ MP നിർവഹിച്ചു. MP MK രാഘവന്റെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒന്നാം നില നിർമ്മിച്ചത്. തിരുത്തിയാട് ദേവി സഹായം വായനശാലയുടെ ഒന്നാം നില കെട്ടിടവും 2ാം വാർഷികവും MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. MK രാഘവൻ MPയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒന്നാം നില നിർമ്മിച്ചത്. ശ്രീ MK രാഘവൻ MP അദ്ദേഹം നമ്മുടെ വായനശാലയ്ക്ക് വേണ്ടി MP ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപ അനുവദിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ദേവസഹായം ലൈബ്രറിക്ക് എനിക്ക് തോന്നിയത് ഇതിനെല്ലാം ഉപരി എല്ലാവരും ഒറ്റക്കെട്ടായ ഒരു മനസ്സോട് കൂടിയാണ് ഇതിന്റെ പ്രവർത്തിക്ക് ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും അവരെല്ലാവരെയും ഞാൻ വ്യക്തിപരമായി ഇവിടെ അഭിനന്ദിക്കുന്നു. കെട്ടിട നിർമ്മാണ സമിതി ചെയർമാൻ OM ഭരദ്വാജ് അധ്യക്ഷത വഹിച്ചു. A. പ്രദീപ് കുമാർ MLA, കൌൺസിലർ TV ലളിതപ്രഭ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് PB മുരളീബാസ്, മഞ്ചേരി സുന്ദർ രാജ്, ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായ PT സദാനന്ദൻ, ഷാഹുൽ ഹമീദ്, ട്രാക്ക് തിരുത്തിയാട് പ്രസിഡന്റ് A. വത്സലൻ, T. സതീഷ് കുമാർ, P. ഗിരീഷ് കുമാർ, M. സുരേഷ് കുമാർ, അഴകൊടി നഗർ റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി C. സദാനന്ദൻ, വായനശാല പ്രസിഡന്റ് രഘുനാഥൻ, കെട്ടിട നിർമ്മാണ സമിതി ട്രഷറർ P. ശിവാനന്ദൻ, രേഖ വാര്യർ എന്നിവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് CM ഗോപാലകൃഷ്ണൻ സമ്മാനദാനം നടത്തി. കേരള മാപ്പിളകല അക്കാദമിയുടെ 17ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായ സഫീനത്തിന് ഏപ്രിൽ 30-ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മാപ്പിളപ്പാട്ടിന്റെ 4 നൂറ്റാണ്ടിലെ ചരിത്രം പരിപാടിയിലൂടെ അനാവരണം ചെയ്യും. കേരള മാപ്പിളകല അക്കാദമിയുടെ 17ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാപ്പിളപ്പാട്ടിന്റെ 400 വർഷക്കാലത്തെ ചരിത്രം വിശകലനം ചെയ്യുന്ന മാപ്പിളപ്പാട്ട് മഹോത്സവം സഫീനത്തിന് തുടക്കം കുറിക്കും. ഏപ്രിൽ 30-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് വടകര കൃഷ്ണദാസ് നഗറിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രാഷ്ട്രീയ കലാ സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന പരിപാടി കേരളത്തിനകത്തും പുറത്തുമായി അരങ്ങേറും. ചടങ്ങിന് ശേഷം പിന്നണി ഗായകന്മാരും കുട്ടിക്കുപ്പായും ടീം അംഗങ്ങളും അണിനിരക്കുന്ന ഗാനമേളയും നടക്കും. 25 വർഷക്കാലമായി UAE-യിലെ കലാസാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യമായ നസീർ വാടാനപ്പള്ളിക്ക് കേരള മാപ്പിളകല അക്കാദമി ഏർപ്പെടുത്തിയ പ്രവാസരത്നം പുരസ്കാരം സമർപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ലോകാത്ഭുതങ്ങളുടെ മാതൃകകളും കാഴ്ചയുടെ വിസ്മയ ലോകവും തുറന്ന് കോഴിക്കോട് സരോവരത്ത് നടക്കുന്ന കാലിക്കറ്റ് എക്സ്പോയിൽ തിരക്കേറുന്നു. മെയ് 28 വരെ തുടരുന്ന പരിപാടിയിൽ വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രവേശനം. നഗരവാസികൾക്കായി കാഴ്ചയുടെയും വിനോദത്തിന്റെയും അത്ഭുത ലോകം തുറന്ന കാലിക്കറ്റ് എക്സ്പോയിൽ തിരക്കേറുന്നു. എക്സ്പോയിലെ റോബോട്ടിക് ആനിമേഷൻ കിങ്ഡത്തിൽ വന്യമൃഗങ്ങളുടെ ചലിക്കുന്ന യഥാർത്ഥ രൂപങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആഫ്രിക്കൻ ആനകളും കടവുകളും ഒട്ടകങ്ങളും കരിമ്പുലിയും സിംഹവുമെല്ലാം അലറിയും മുരണ്ടും കാഴ്ചക്കാരെ വരവേൽക്കും. തിളങ്ങുന്ന കണ്ണുകളും ക്രൂരതയേറുന്ന ദ്രംഷ്ടകളുമെല്ലാം അതേപടി നിർമ്മിച്ചിരിക്കുന്നു. ഡോൾഫിനുകളെയും സ്രാവിനെയും കാണാം. ഓരോ ജീവിയെയും കുറിച്ചുള്ള പ്രധാന വിവരങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ലിക്കാർട്ട് മ്യൂസിയമാണ് കുട്ടികൾക്ക് ഹരമാകുന്ന മറ്റൊരു പവലിയൻ. 3D ചിത്രങ്ങളുടെ സമീപത്തു നിന്ന് ഫോട്ടോ എടുക്കാം. മദർ തെരേസയുടെ അനുഗ്രഹം വാങ്ങുന്നത്, അബ്ദുൽ കലാമിൽ നിന്ന് വൃക്ഷത്തൈ സ്വീകരിക്കുന്നത്, പെരുമ്പാമ്പിന്റെ തലയിൽ തഴുകുന്നത്, അങ്ങനെ പോകുന്നു ക്ലിക്കാർട്ട് മ്യൂസിയത്തിലെ ആകർഷണങ്ങൾ. ഇവയെല്ലാം വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തവയാണ്. സെൽഫി ട്രിക്ക് ആർട്ട് മ്യൂസിയമുണ്ട്. വിനോദത്തിനൊപ്പം വിജ്ഞാനവും പകരാനായി വിവിധ സർക്കാർ വകുപ്പുകളും പവലിയനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സിറ്റി ട്രാഫിക് പോലീസിന്റെ ട്രാഫിക് ബോധവൽക്കരണ പവലിയനിൽ എപ്പോഴും വൻ തിരക്കാണ്. സ്വന്തം ജീവനെ വില കൽപ്പിക്കുന്ന ആരും ഇവിടെ കയറിപ്പോകും. കാരണം സുരക്ഷിതമായ യാത്രയ്ക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളും ലഭിക്കാൻ ഇതിലും നല്ലൊരു മാർഗമില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നൂറുകണക്കിന് അപകടങ്ങളുടെ TV ദൃശ്യങ്ങൾ തുടർച്ചയായി പ്രദർശിപ്പിക്കുന്നുണ്ട്. ഊർജ്ജ സംരക്ഷണ മാർഗങ്ങൾ പഠിപ്പിച്ച് KSEBയുടെ മനോഹര സ്റ്റാളുമുണ്ട്. ശാസ്ത്ര വിസ്മയങ്ങളുമായി പ്ലാനറ്റോറിയവും അഴിമതി വിരുദ്ധ സന്ദേശവും പരാതിപ്പെടാനുള്ള വഴികളുമായി വിജിലൻസും സ്റ്റാൾ തുറന്നിട്ടുണ്ട്. കാട്ടുതീ തടയുന്നത് സംബന്ധിച്ച് അറിവുകൾ പകർന്ന് വനംവകുപ്പുമുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ഹരം കൊള്ളിക്കുന്ന 12 റൈഡുകളാണുള്ളത്. ഇതുകൂടാതെ ലോകാത്ഭുതങ്ങളുടെ മാതൃകകളും വൈറ്റ് ഹൌസിന്റെ മാതൃകയും സന്ദർശിക്കാം. അക്വാ ഷോയും ഫ്ലവർ ഷോയും കാണാം. മെയ് 28 വരെയാണ് പ്രദർശനം. ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെ സന്ദർശനം അനുവദിക്കും. ബംഗളൂരു ഫൺവേൾഡ് റിസോർട്ടിന്റെ സഹകരണത്തോടെ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് കാലിക്കറ്റ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട് ബീച്ച്
ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നത്? എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ശിവപുരി റെസിഡൻസ് അസോസിയേഷൻ 7ാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ജില്ലാ ജഡ്ജ് കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ശിവപുരി റെസിഡൻസ് അസോസിയേഷന്റെ 7ാമത് വാർഷികാഘോഷം വിപുലമായി നടന്നു. സാംസ്കാരിക പരിപാടികൾ ജില്ലാ ജഡ്ജ് കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം റെസിഡൻസ് അസോസിയേഷൻ പരിപാടികൾ നടക്കുന്ന സമയത്ത് നമ്മൾ കലാപരിപാടികൾ അവതരിപ്പിക്കുക, അതുപോലെ മറ്റെന്തെങ്കിലും ഗാനമേള അങ്ങനെയുള്ള പരിപാടികൾ നടത്തുക, ഭക്ഷണം കഴിക്കുക, പിരിഞ്ഞു പോവുക എന്നതിലുപരി റെസിഡൻസ് അസോസിയേഷന് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരമായി എടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു മാറ്റം സമൂഹത്തിന് നൽകാൻ ഏറ്റവും കൂടുതൽ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് റെസിഡൻസ് അസോസിയേഷൻ. അസോസിയേഷൻ പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൌൺസിലർ എൻ സതീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. MI മുഹമ്മദ്, ജിതിൻ ഗിരീഷ്, കീർത്തന വിഘ്നേശൻ, കെ അനിത, PA രാജേഷ്, പള്ളത്ത് പത്മനാഭൻ, അന്നങ്ങാട്ട് കാർത്തികേയൻ, അനിത പള്ളത്ത്, മൂസക്കോയ KC ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ ജിതിൻ ഗിരീഷ്, കീർത്തന വിഘ്നേശൻ തുടങ്ങിയവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മോഡലിംഗ് ചെയ്ത് വരുമാനം കണ്ടെത്തുന്ന തന്നെ വാഹനമോഷണ കേസിൽ പ്രതിയായി കൊണ്ടുള്ള മാധ്യമ വാർത്ത തെറ്റാണെന്ന് റോഷ്ന സുൽത്താന. യഥാർത്ഥത്തിൽ താൻ ഓഫീസ് ആവശ്യത്തിനായി വാങ്ങിയ വാഹനം തന്നിൽ നിന്നും തട്ടിയെടുക്കുകയായിരുന്നു എന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തലയ്ക്ക് ചെറിയൊരു ബാക്ക് സൈഡിലൊരു പ്രശ്നം ഉണ്ടായിട്ട് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് പെട്ടെന്ന് പറ്റിയൊരു ആക്സിഡന്റ്, പിന്നെ എൻ്റെ ബിസിനസ്സൊക്കെ ഡള്ളായി. സോ ഞാൻ ബാംഗ്ലൂർ ട്രീറ്റ്മെന്റിന് പോയ സമയത്താണ് എൻ്റെ ഡ്രൈവറായിരുന്ന കാമിൽ മഷൂദ്, പാപ്പങ്ങാട്ടാണ് വീട്. കാമിൽ മഷൂദ് എന്ന് പറയുന്ന ആ പയ്യൻ എൻ്റെ ഡ്രൈവറായിരുന്നു. അവൻ എൻ്റെ വണ്ടി കൊണ്ടുപോയിട്ട് പണയം വെക്കുന്നത്, അവനും അവന്റെ കസിനും. മോഡലിംഗ് തിരഞ്ഞെടുത്ത താൻ നിരന്തരം സാമ്പത്തികമായും അല്ലാതെയും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് റോഷ്ന സുൽത്താന പറഞ്ഞു. മോഡലിംഗ് തിരഞ്ഞെടുത്തതുകൊണ്ട് പല ഭീഷണികളെയും മോശം ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നു. വാഹന മോഷ്ടാവ് എന്ന പേരിൽ പത്രവാർത്ത പോലും വന്നു. കേസ് നൽകിയിട്ടും പോലീസ് നിസ്സംഗത പാലിക്കുകയാണ് ഈ വിഷയങ്ങളിൽ. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് തന്റെ മോഡലിംഗ് കമ്പനിയെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ് തന്റെ ലക്ഷ്യമെന്നും റോഷ്ന സുൽത്താന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഹീമോഫീലിയ രോഗികളുടെ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. ഹീമോഫീലിയ സൊസൈറ്റി കാലിക്കറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഹീമോഫീലിയ ദിനാചരണവും ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹീമോഫീലിയ സൊസൈറ്റി കാലിക്കറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഹീമോഫീലിയ ദിനാചരണവും ഓഫീസ് ഉദ്ഘാടനവും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം നടന്നു. ഹീമോഫീലിയ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അജിത് കുമാർ VT അധ്യക്ഷത വഹിച്ചു. ഹീമോഫീലിയ രോഗികൾക്ക് സൗജന്യ ചികിത്സ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സംവിധാനം, കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക വാർഡ്, ഓപ്പറേഷൻ സംവിധാനം, രക്തസ്രാവം വരാതിരിക്കാനുള്ള ചികിത്സ തുടങ്ങിയവയാണ് ഹീമോഫീലിയ സൊസൈറ്റി ചാപ്റ്ററിന്റെ ആവശ്യങ്ങൾ. ഹീമോഫീലിയ ചാപ്റ്ററിന്റെ ഓഫീസ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി നിർവഹിച്ചു.
സമൂഹത്തിൽ രോഗാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പ്രത്യേകമായ ചികിത്സാ രീതി, ഡോക്ടർമാർ, വാർഡുകൾ എന്നിവ ആവശ്യമാണെന്ന് ബാബു പറശ്ശേരി പറഞ്ഞു. രോഗികൾക്കായി വിദഗ്ധ ചികിത്സാ രീതികൾ ജില്ലാ പഞ്ചായത്തിന്റെ സഹായങ്ങൾ നൽകുന്നുണ്ടെന്നും ഹീമോഫീലിയ രോഗികൾക്ക് വേണ്ടത് ജില്ലാ പഞ്ചായത്ത് മുൻതൂക്കം നൽകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഹീമോഫീലിയ പോലുള്ള വിഷയങ്ങൾ അത്ര ഗൗരവത്തോടു കൂടിയൊന്നും ഞങ്ങളുടെ മുമ്പിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവവും ഇതിന്റെ ഒരു പ്രാധാന്യവും ഇതുമൂലം അനുഭവപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും അതിന്റെ സാഹചര്യം മനസ്സിലാക്കി എന്ത് നിലപാട് ഈ കാര്യങ്ങളിലൊക്കെ സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിൽ എന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഹീമോഫീലിയ സൊസൈറ്റി സെക്രട്ടറി സിദ്ദിഖ് VP, ഇ രഘുനാഥൻ, ഹേമന്ത് കുമാർ, ഡോക്ടർ അനുപമ, ഇ ഹംസ, CH യൂസുഫ്, റൂസ് ലാബി ടീച്ചർ എന്നിവ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിൽ പരിസ്ഥിതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി CR ചൌധരി ആവശ്യപ്പെട്ടു. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനം കൊയിലാണ്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ മഴ കുറഞ്ഞു വരുന്നത് കായലുകളിലും കടലിലും മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കുമെന്നും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗത്തെ ദോഷകരമായി ബാധിക്കുമെന്നും കേന്ദ്രമന്ത്രി ചൌധരി പറഞ്ഞു. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂന്നാറിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അപകടത്തിലാക്കുന്ന കയ്യേറ്റങ്ങളാണ് നടക്കുന്നത്. പ്രകൃതിയെ ശല്യം ചെയ്താൽ പ്രകൃതിയുടെ തിരിച്ചടിയും ഉണ്ടാകും. ഇത് മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്നും ഭൌമശാസ്ത്രജ്ഞൻ കൂടിയായ മന്ത്രി ഓർമ്മിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരും മത്സ്യമേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നവരുമാണ്. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവർ കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ. കടലിൽ രാജ്യത്തിന് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ ആദ്യം കണ്ടെത്തി അധികൃതരെ അറിയിക്കുന്നത് ഇവരാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാഗത സംഘം ചെയർമാൻ VK ലക്ഷ്മണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിച്ചാർഡ് ഹേ MP, അഖില ഭാരതീയ സംയോജക് സീമ ജാഗരണ മഞ്ച് A ഗോപാലകൃഷ്ണൻ, ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന പ്രസിഡന്റ് V പത്മനാഭൻ, ജനറൽ സെക്രട്ടറി PP ഉദയഘോഷ്, വൈസ് പ്രസിഡന്റ് രജനീഷ് ബാബു, BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ, CV അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് NP രാധാകൃഷ്ണൻ, K പ്രദീപ് കുമാർ, PP സദാനന്ദൻ, OM ഉണ്ണികൃഷ്ണൻ, K പുരുഷോത്തമൻ, TP ജയചന്ദ്രൻ, ശ്രീ പത്മനാഭൻ എന്നിവർ നേതൃത്വം നൽകി. സൂരജ് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനവും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ബേപ്പൂരിൽ നടന്നു. പ്രസിഡന്റ് K ജനാർദ്ദനൻ നായരുടെ അധ്യക്ഷതയിൽ 2016-17 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചിലവ് കണക്ക്, ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കൽ, 2017-18 വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ, ജപ്പാൻ കുടിവെള്ള പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച എന്നിവ നടന്നു. AF സെബാസ്റ്റ്യൻ, അനസ് PP, V രവീന്ദ്രൻ, P ശങ്കരൻ, AG കരുണാകരൻ നായർ, ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവനക്കാരുടെ കാര്യക്ഷമത ഇല്ലായ്മയാണ് അദാലത്തുകൾ നടത്താനുള്ള സാഹചര്യമുണ്ടാക്കുന്നതെന്ന് മന്ത്രി KT ജലീൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇനി പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും. മന്ത്രി മണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിൽ കോലത്തിന് ചൂലുകൊണ്ടടിച്ച് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പരം ഓൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് കോമ്പറ്റീഷനും ഫെസ്റ്റിവലും കോഴിക്കോട്ട് തുടക്കം. നൃത്തവിസ്മയമൊരുക്കി 125ഓളം നർത്തകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.